ഞാൻ ജിപ്പി കയറാൻ വേണ്ടി ഓടിയല്ലേ. വെളിയിൽ നിന്ന് എടുത്ത മാറ്റി ബ്രോന്റെ വീട്ടുകാരെ വിളിച്ച ബ്രോ ഇങ്ങനെ സ്പാം ചെയ്താൽ മാത്രമേ അറ്റൻഷൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബ്രോ നിന്റെ 10-300 വ്യൂസ് കിട്ടിയിട്ട് എനിക്ക് അറ്റൻഷൻ കിട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തുടങ്ങി. തുടക്കം തന്നെ സ്ട്രീം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ മിനിറ്റ് ആയപ്പോൾ തന്നെ BLRX എന്നാണ് തുടങ്ങിയത് ബ്രോ. അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം അങ്ങനെ പറയാൻ പാടില്ല. അതിൽ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി, ഞാൻ സോറി പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളതിന് ഞാൻ സോറി പറയത്തില്ല. ഒരു പേര് വന്നതിന് പിന്നെ എല്ലാരും അങ്ങനെ പറയത്തുള്ളൂ. ആരും വിശ്വസിക്കുന്നു. അത് മെയിനായിട്ട് നിന്നെയൊക്കെ ആർക്ക് അറിയാറോ ഐഡിയ അങ്ങനെ പറഞ്ഞ കുറെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഇത്രയും എന്റെ ടീം ഡൗൺ ആയപ്പം ഞാൻ അവര് ഇതാക്കി പുഷ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനവിടെ നെഗറ്റീവ് സംസാരിച്ചിട്ടില്ല. സാർ കളിക്കാൻ നേരത്തെ നിങ്ങളെ ടീം ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ബ്രോയും ഇതേ പറയും, എടാ സിമ്പിൾ ടീം എടുക്കാന്നുള്ള നോക്കി കളിച്ചാൽ മതി, എടാ പുഷ് ചെയ്ത് കളിക്കുന്നത്. ബ്രോയുടെ മെമ്പേഴ്സിന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇതേ ഞാൻ ചെയ്തുള്ളൂ ബ്രോ. അതിനകത്ത് നിന്നെയൊക്കെ ആർക്ക് അറിയാറോ ഐഡിയ അങ്ങനെ പറഞ്ഞ കുറെ പറഞ്ഞിട്ടുണ്ട്. മോഡില്ലാതെ കളിക്കാൻ പറ്റുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ സത്യം ബ്രോ ലീഡറായിട്ടുണ്ട്. ബ്രോ സംബന്ധിച്ച് നമ്മൾ മോഡ് വെച്ച് കളിക്കാറുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞ് ഇതുപോലെ എന്താ എത്രയും മോഡുള്ള ഗിൽഡ് വന്നാൽ മാത്രമേ അവരെ വെച്ച് കളിക്കാറുള്ളൂ. ഇത്രയൊക്കെ ആയില്ല, അത് അടിച്ച് തന്നെ തീർക്കാം. അത് മാച്ച് കളിച്ച് തന്നെ തീർക്കട്ടെ ബ്രോ. അത് ഈ പക്ഷെ ഒറ്റ കളിച്ച് തന്നെ തീർക്കാം. അത് എന്തേലും കളിക്കണേ. ഞാൻ അറിയൂല ഇത് കൊണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ടീൽഡിന്റെ അടുത്ത് പറയണം, മര്യാദയ്ക്ക് സംസാരിക്കില്ലേ. അത് മാച്ച് കളിച്ച് തന്നെ തീർക്കട്ടെ ബ്രോ. ബെല്ലാരി വേഴ്സസ് CMZ. ആരെടുത്തില്ല ഏത് കാലം 150. എടാ എന്നാ പിന്നെ അവന്മാരെ വിളി, നമുക്ക് അടിയിച്ചങ്ങ് തീർക്കാം. ബെല്ലാരിയ അവന്മാരെ ഏടപ്പളത്തിന് അടിയും കൊണ്ട് തറയെ കിടന്ന് ഉരുളും. അറിയും അവിടെ കിടടാ നായ. തമാശയാണെന്ന് വിചാരിച്ചു. ഓക്കെ ഡോട്ട് ഡൗൺ വൈപ്പോ. ഫസ്റ്റ് റൗണ്ട് CMZ എടുത്തിട്ടുണ്ട്. ഡോട്ട് ഡൗൺ അയ്യോ എടുത്ത കേട്ടോ. എന്റെ അമ്മ HP നോക്കി. എന്റെ പൊന്നെ അത് കിടിലം പിക്കടാ. അത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ വേറെ ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അവിടെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ആരാ വീണേ? ഓക്കെ അവിടെ ക്രിപ്റ്റോൺ ഡൗൺ, സ്പൈക്ക് ഡൗൺ. ഒത്ത 3 റൗണ്ട് അവിടെ CMZ എടുത്തിട്ടുണ്ട് ബ്രോ. ദാറ്റ് വാസ് ലീഡിങ്. അതുപോലെ തന്നെ ഓക്കെ അവിടെ ഏഗർ ഡൗൺ, അപ്പുറത്ത് സ്പൈക്ക് ഡൗൺ. ഓക്കെ ഒരു നോക്ക് നൈസറാ.
എടുത്തറ അവന്മാരെടുത്തറ എല്ലാവരും എടുത്തറ അത് ഡോജിന് നല്ല ഹിറ്റ് കിട്ടി. അതേസമയം ഇവിടെ സ്പൈക്ക് ഡൗൺ ആണ്, സ്റ്റാൻഡ് ഡൗൺ ആണ്. CMZ എൻ്റെ അമ്മയെ കേറി റച്ച് എടുത്തു, കൊണ്ടുപോയി, റൗണ്ട് എടുത്തു. സിമ്പിൾ. ഓക്കെ ഡോജ് ഡൗൺ. നൈസറാ. ആരെ പിക്കെടുത്ത്? ആംബ്രയാണോ? ഉയ്യോ നൈസറാ മോനെ. ടിൻഡ് ഡൗൺ, സ്പൈക്ക് ഡൗൺ, സ്റ്റാൻഡ് ഡൗൺ. ടിൻഡും ആംബ്രോയും ഐ മീൻ ഏകറും ഡ്യൂഡും മാത്രമേ ഉള്ളൂ, ഏകറും കിച്ചു മാത്രമേ ഉള്ളൂ. എടാ നൈസറാ. ഡോഡ്ജിന് അടുത്ത് അവിടെ കിച്ചു ആണ് അവിടെ കയറി വന്നത്. ഓക്കെ ഡോഡ്ജിന് 150 കിട്ടി. ഓക്കെ അവിടെ കയറി അടിക്കുന്നുണ്ടോ? കിച്ചു നിനക്ക് എന്താടാ? ഡോഡ്ജ് ഡൗൺ. എൻ്റെ അമ്മ പൊക്കി ക്രിപ്റ്റോൺ ഡൗൺ. ഇവിടെ യുവര് എൻ്റെ അമ്മ എന്നടാ പണ്ട നീയൊക്കെ. ക്രിപ്റ്റോണിന് 1, ഡോണിന് 2, സ്പൈക്കിന് 1, ഷാനിന് 1. മോനെ കിടിലം കളിയെന്ന് വെച്ചാൽ ഫസ്റ്റ് മാച്ച് എൻ്റെ അമ്മ CMZ പേടക്കളി കേട്ടോ, ഒന്നും പറയില്ല, വിഷയം കളി. ഓക്കെ അവിടെ ഷാൻ ഡൗൺ, അപ്പുറത്തെല്ലാവരും ഉണ്ട്. ഓക്കെ 3v3 ആണ് ടാഗ് മാച്ച്. ഓക്കെ ഏകർ ഡൗണും ക്രിപ്റ്റോയും ഡൗൺ. ഒരുമിച്ച് ഡൗണ്ടാ പക്ഷെ പൊക്കി കേട്ടോ, പൊക്കി ഡോഡ്ജ്. ഓക്കെ എൻ്റെ മോനെ പൊക്കണ്ടായി. എടാ നൈസ്. അടിക്കടിക്കടിക്കടിക്ക്. എന്നടാ ഇത്? 10 കില്ല്. CMZ അവിടെ മിഷൻ അവിടെ കേറി റഷോ. ഓക്കെ അവിടെ 2 നോക്ക്. ഇവിടെ ഓക്കെ ടിൻഡ് ഡൗൺ. ഞാൻ മാത്രം ഷട്ടപ്പ് ബ്രോ. പിന്നെ കളി ജയിച്ച വായും പൂട്ടി മിണ്ടാണ്ടിരിക്കണോ? എടാ എൻ്റെ ടീമിടെ അടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ ഇത് മിണ്ടാണ്ടിരിക്കണോ? അത്രേ ഉള്ളൂ മോനെ. ഫസ്റ്റ് മാച്ച് CMZ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് മാച്ച്, സെക്കൻഡ് റൗണ്ട്. നീ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നന്നായി കളിച്ചു. ശ്രീലക്ഷ്മി ആണോ? അതിന് എൻ്റെ സ്ക്വാഡ് ഇറങ്ങി കളിച്ചു, അല്ലാണ്ട് ഞാനല്ല. എനിക്ക് എൻ്റെ ഗില്ലത്ത് എനിക്ക് ഇഷ്ടമുള്ളവരെ ഇറക്കി കളിക്കും, മനസ്സിലായോ? കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. അവിടെ ഏകർ ഡൗൺ പൊക്കിയാണ്. ഓക്കെ ഡൗൺ. അവിടെ ഷാൻ മാത്രമേ ഉള്ളൂ. അവനെ അകത്ത് കയറി അടിക്കണോ? ശ്രീലക്ഷ്മി ഗിൽഡ് വേറെയാണ്, ഗിൽഡിന്റെ മെമ്പേഴ്സാണ് കളിക്കുന്നത്, അല്ലാതെ പുറത്ത് നല്ല. ഓ മോഡറേറ്റർടാ, മോഡറേറ്റർ. അവിടെ സ്വിച്ച് ഡൗൺ. അവിടെ ഷാൻ മാത്രം അവശേഷിക്കുന്നു. ഷാൻ്റെ അടുത്ത് ഏകർ അവിടെ കയറുന്നുണ്ട്, കിച്ച് കയറുന്നുണ്ട്. 2v20 എടുത്തിട്ടുണ്ട്. അവിടെ ആ ഒരു മാച്ചും അവിടെ CMZ എടുത്തു. ഓക്കെ അവിടെ ഡോഡ്ജ് ഡൗൺ, ഡോഡ് ഡൗൺ. ഓക്കെ അവിടെ കിച്ച് ആരെ വീണേ? കിച്ച് ഡൗൺ. പക്ഷെ അവിടെ സ്പൈക്ക്. ഓക്കെ നൈസറാ. സ്പൈക്കല്ലേ ഉള്ളൂ, സ്പൈക്കല്ല ഷാൻ കൂടെ ഉള്ളൂ. 3-0 മാച്ച്. മോട്ടറേറ്റേഴ്സിനെ ചുമ്മാ അല്ല ബ്രോ നടത്തിയിരിക്കുന്നു. ചാറ്റി ഹാൻഡിലേനാണ്. ഓ ആംബ്രോ കളിക്ക് 150. ഉയ്യോ ഏകര നൈസറാ. 162 നോക്കണം. ഏകര നൈസറാ. ഓക്കെ അവിടെ കിച്ച് ഡൗൺ. കിച്ചാണ് ഡൗൺ. അല്ല ടിൻഡുമാണ് ഡൗൺ കേട്ടോ. അല്ല ഒരു റിസൾട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? 150 നൈസറാ. ഏകര അത്ര ഉള്ളത് പ്ലേഡാ. ആംബ്ര ഡൗൺ.
എന്റെ അമ്മ വണ്ടി നൈസറാ, ക്രിപ്റ്റോണ് നൈസറാ. ഒരാളും കൂടെ ഉള്ളത് 1v1 സിറ്റുവേഷൻ. 4-0 സെക്കൻഡ് മാച്ച്. അങ്ങനെ CMZ 4 റൗണ്ട് പുഷ്പം പോലെ എടുത്തു. കടാ ഷാൻ ഡൗൺ. ഫസ്റ്റ് ഡൗൺ അവിടെ ആരാ എടുത്തേ? ഫസ്റ്റ് ഡൗൺ അവിടെ ടിൻഡു അവിടെ ഡൗൺ എടുത്തിട്ടുണ്ട്. ടിൻഡു സെക്കൻഡ് ഡൗൺ. ടിൻഡു ഡൗൺ ആണ്, പക്ഷെ അവർ രണ്ടുപേര് എടുത്തിട്ടാണ് ടിൻഡു വീണേ. അവിടെ ക്രിപ്റ്റോൺ മാത്രമേ ഉള്ളൂ. ടിൻഡു വീണെങ്കിൽ എന്താവും? 5-0 എന്റെ അമ്മ ഹെഡോ. എന്റെ അമ്മ ഏതാടി അത് കിട്ടില്ല മാച്ചറാ. സ്പൈക്കും തോടുണ്ടാവും, അത് കിട്ടില്ല മാച്ചറാ. അത് വിഷയം വണ്ടി കിടി 6-1 മിസ്റ്റർ ഗെയിമിംഗ്. ഇവിടെ എന്തൊരു വിഷയം ബ്രോ? ഒന്നുമില്ല ബ്രോ. ഓക്കെ, ഒരു നോക്ക്, 2 നോക്ക്. സ്പൈക്ക് ഡൗൺ, ക്രിപ്റ്റോൺ ഡൗൺ, ടിൻഡു ഡൗൺ. പ്ലെയർടാ 10 കില്ല്. പ്ലെയർടാ 6 കില്ല്. പ്ലെയർടാ 8 കില്ല്. അടുത്ത പ്ലെയർടാ ടിൻഡു 4 കില്ല്. പ്ലെയർടാ. ഒരു കണ്ടന്റ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം സംസാരിക്കാൻ. പക്ഷേ നമ്മൾ മഞ്ഞമട്ടിൽ സംസാരിച്ചല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ടിൻഡു മാത്രം ഈ റൗണ്ട് ബെല്ലാരി കൊണ്ടേ. ഈ സംവാദത്തിൽ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഓക്കെടാ, ഒരു ഡൗൺ. അത്രയുള്ളടാ കിട്ടി. ഡോഡ്ജ് നല്ലൊരു കിട്ടി. ഡോഡ്ജ് ഡൗൺ. എടാ നോക്ക് ഏകറെ. ഇനി വേണ്ടല്ലോ മാച്ച്. എടുത്തില്ലേ? കിട്ടിയില്ലേ? എഴുന്നില്ലേ? ഇനി ബെസ്റ്റ് ഓഫ് 3 ആവശ്യമുണ്ടോ? സിമ്പിൾ. CMZ ബോൾ. പ്ലെയർ കണ്ടില്ലേ? ഒറ്റ പേര് CMZ. അത്രയുള്ളൂ. സിമ്പിൾ. അത് CMZ ബ്രോ. അത് അങ്ങനെയാണ്. ഞാൻ കാര്യം പറയാം ബ്രോ എന്ത് വിചാരിക്കും? പിന്നെ ബ്രോ ഇത് കുഴപ്പമില്ല. നമ്മൾ തോറ്റെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, നമ്മൾ ഇതിൽ ഇടപെടുന്നു. പക്ഷെ ഒരു കാര്യം അടിച്ചു ബ്രോ, അത് ഹാക്കാണ് ബ്രോ. ടു ബാഡ്. അത് അങ്ങനെയല്ല ബ്രോ, അത് അങ്ങനെയല്ല. സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇവിടെ അല്ലെങ്കിൽ എൻ്റെ മെമ്പേഴ്സ് ആ സാധനം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം ഇവിടെ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. യൂസ് കളിക്കേണ്ട ആവശ്യമില്ല.